ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ കുക്കിംഗ് വീഡിയോയിലേക്ക് നമസ്കാരം. നമ്മളിന്ന് കർക്കിടകക്കഞ്ഞിട്ട് ഉണ്ടാക്കാൻ പോകുന്നത്. കർക്കിടകക്കഞ്ഞി നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പച്ച കളറിലുള്ള കുറേ ഔഷധ സസ്യങ്ങളൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കുന്ന കഞ്ഞിട്ട കർക്കിടകക്കഞ്ഞി വളരെ ഔഷധ ഗുണങ്ങളുള്ള ഒരു കഞ്ഞിയാണ്. അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കിയാലൊന്ന്. നമുക്ക് ആദ്യം തന്നെ തഴുതാമ പറിക്കട്ടോ. ഈ കാണുന്ന ഇതാണ് തഴുതാമ പറയുന്നത്. ഇത് അപ്പോൾ നമുക്ക് തഴുതാമ പറിച്ചെടുക്കാം. ഈ കാണുന്നതാണ് കേട്ടോ ആനടി. അപ്പോൾ ഇതും നല്ല ഔഷധ സസ്യമാണ്. അപ്പോൾ ഇത് നമുക്ക് പറിച്ചെടുക്കാം. അടുത്തായിട്ട് നമുക്ക് മുക്കുറ്റി പറിക്കട്ടോ. ഇതാണ് മുക്കുറ്റി എന്ന് പറയുന്നത്. ഈ യെല്ലോ കളർ പൂവുള്ള മുക്കുറ്റി. അപ്പോൾ നമുക്ക് മുക്കുറ്റി പറിക്കാം. മുക്കുറ്റി. അടുത്തായിട്ട് നമുക്ക് മുയൽച്ചെവി പറിക്കട്ടോ. ഇതിൻ്റെ പേര് മുയൽച്ചെവി എന്ന് ഞങ്ങളുടെ നാട്ടിൽ പറയാം. നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുക? ഇതാണ് ഇല വരുന്നത്. നമ്മുടെ തൊട്ടാവാടി, ഇത് പിന്നെ എല്ലാവർക്കും അറിയുന്ന സാധനമാണ് തൊട്ടാവാടി. അപ്പോൾ ഇത് നമുക്ക് പറിക്കട്ടോ. അത് പറിക്കുമ്പോൾ ശ്രദ്ധിക്കണം, മുള്ളുണ്ടാവും. മുള്ളില്ലാതെ നോക്കി പറിക്കണം. പിന്നെ തൊട്ടാവാടി പോകുന്ന സാധനമാണ്, കണ്ടോ വാടിപ്പോയി. അടുത്തൊരു പച്ചമരുന്നാണ് ചെറുകറലാടി എന്നാട്ടോ അതിൻ്റെ പേര്. ഞങ്ങളുടെ നാട്ടിൽ ഇതാ പറയുന്നത്. നിങ്ങളുടെ നാട്ടിൽ എന്താ പേര് എന്നൊക്കെ അറിയില്ല. ഇതാണ് ഇല. ഇതും കുറച്ച് നമുക്ക് പറിച്ചെടുക്കാം. ഇതൊട്ട് ഇല നോട്ട് ചെയ്ത് വെച്ചോളിയേ. അടുത്തതായിട്ട് ചെറുവിള എന്ന് പറഞ്ഞ ഒരു ഔഷധ സസ്യമായിട്ടത്. ഇല നോട്ട് ചെയ്തോളി. ഇതാണ് സംഭവം. അപ്പോൾ ഇതും നമുക്ക് പറിച്ചെടുക്കാം. അപ്പോൾ ഈ കാണുന്നതാണ് പൂവാങ്കുറുന്നല കേട്ടോ. ഇത് പിന്നെ എല്ലാവർക്കും അറിയുന്ന ഒരു സാധനമാണ് പൂവാങ്കുറുന്നല. അപ്പോൾ ഇത് നമുക്ക് പറിച്ചെടുക്കാം. പൂവാങ്കുറുന്നല സാധാരണ ഈ വെളിച്ചെണ്ണ കാച്ചണയിലൊക്കെ ഇടലുണ്ട്. തലയിലെ മുടിക്കൊക്കെ വളരെ നല്ലതാണ്. അപ്പോൾ പൂവാങ്കുറുന്നല കുറച്ച് അധികം കിട്ടീന് കേട്ടോ. അപ്പോൾ കാണുന്ന സാധനമാണ് കിഴാർനെല്ലി. അപ്പം ഇത് നമുക്ക് പറിച്ചെടുക്കാം. ഇതട്ടോ കിഴാർനെല്ലി. ഇതാണ് നിലമ്പന എന്ന് പറയുന്ന സാധനം കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് പറിച്ചെടുക്കാം. ഇനി നമുക്കിതാ കഞ്ഞിക്കൂർക്കൽ കിട്ടീന് കേട്ടോ. ഇത് പിന്നെ കുറേ ആൾക്കാർക്കൊക്കെ അറിയാം. നമ്മൾ ജലദോഷത്തിനും പനിക്കൊക്കെ ഉപയോഗിക്കുന്ന സാധനം. അപ്പോൾ ഇതിനൊരു കഷ്ണം എടുത്തിന്. ഇപ്പം നമുക്ക് നന്നായിട്ട് കഴുകിയെടുക്കട്ടെ. ഇതിൽ നല്ല ചളിയൊക്കെ ഉണ്ടാവും. അപ്പോൾ നല്ല വൃത്തിയിൽ നമുക്കിത് കഴുകിയെടുക്കണം. അപ്പോൾ ഔഷധ സസ്യങ്ങളെല്ലാം നമ്മൾ നന്നായിട്ട് വൃത്തിയിൽ കഴുകിയെടുത്തിന് കേട്ടോ. ഇനി നമുക്കിത് ചെറുതായിട്ട് കട്ട് ചെയ്യണം. കുറച്ച് എടുക്കാം. നമ്മൾ ഒന്നായിട്ട് എടുത്തിട്ടാണ് കട്ട് ചെയ്യുന്നത്. ഇത് കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. കാരണം എന്താ വെച്ചാൽ ഇതിൽ തൊട്ടാവാടി ഉള്ളതുകൊണ്ട് കൈക്ക് മുള്ള് പറ്റാതെ ശ്രദ്ധിക്കണേ. ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിന് ഈ പച്ചിലകളൊക്കെ. ഇനി ഇത് നമുക്ക് അരച്ചെടുക്കണം. പണ്ട് കാലങ്ങളിലൊക്കെ ഇത് ഉരലിട്ട് കുത്തിയെടുക്കാറുള്ളത്. അപ്പോൾ നമുക്ക് എന്തായാലും ഒരു മിക്സീൻ്റെ ജാറിലിട്ട് അരച്ചെടുക്കാം. അപ്പോൾ ഒരു ജാറെടുത്തിട്ട് ജാറിലേക്ക് ഇത് എടുത്തിടാം കേട്ടോ. നന്നായിട്ട് അരച്ചെടുത്തിന് കേട്ടോ ആ പച്ച ഇലകളൊക്കെ. അപ്പോൾ നമുക്കിതൊരു പാത്രത്തിലേക്ക് എടുക്കാം. എന്നിട്ട് അരിച്ചെടുക്കണത് നന്നായിട്ട് പീഞ്ഞെടുക്കട്ടോ. ആദ്യം തന്നെ നന്നായിട്ട് അരഞ്ഞിന്. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് പീഞ്ഞെടുക്കണം അല്ലേ. ഇതിങ്ങനെ എടുക്കുക, ഇങ്ങനെ പീയട്ടോ. അപ്പോൾ അതിൻ്റെ സത്ത് മൊത്തം ഇറങ്ങി വരും. നമ്മളിതാ ഒരു വട്ടം നന്നായിട്ട് ആ പച്ചല മൊത്തമായിട്ട് പീഞ്ഞെടുത്തിട്ടോ അരച്ചത്. അപ്പോൾ അതിൻ്റെ വേസ്റ്റ് നമുക്ക് ഒന്നും കൂടി മിക്സിയിലിട്ട് അരച്ചെടുക്കാം. അപ്പോൾ അതേമാതിരി ഉണ്ടാവും. അതിൽ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഒന്നുകൂടി മിക്സിയിലിട്ട് അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ വീണ്ടും ഇത് അരച്ചെടുത്തിട്ടോ. ആ ഫസ്റ്റ് പീഞ്ഞതിൻ്റെ വേസ്റ്റ് എടുത്തിട്ടാണ് അരച്ചെടുത്തത്. അപ്പോൾ വീണ്ടും അത് നല്ല പച്ച കളറായിട്ട് നല്ല പേസ്റ്റായിട്ട് വന്ന്. അപ്പോൾ ഇത് നമുക്കൊന്ന് പീഞ്ഞെടുക്കാം. അപ്പം നമുക്കിതാ ഈ അരച്ച് വെച്ച ഈ ഔഷധ സസ്യത്തിൻ്റെ സത്ത് അടങ്ങിയ വെള്ളം നമുക്ക് നേരെ ഒരു അടുപ്പിൻ്റെ മുകളിൽ വെക്കാം കേട്ടോ. ഗൈസ്, ഇനി നമുക്ക് കഞ്ഞി വെക്കാനുള്ള അരി സെറ്റാക്കാം. ഞാൻ നെല്ലുത്തരി ആയിട്ട് എടുത്തത്. തവിടുള്ള അരി എടുക്കുക, അത് നല്ലതാണ് ശരീരത്തിന്. അപ്പോൾ നമുക്കതൊരു
പാത്രത്തിലേക്ക് എടുക്കുക, കഴുകിയെടുക്കുക. എന്നിട്ട് അരി നന്നായിട്ട് ഉരച്ച് കഴുകണം കേട്ടോ, അതിൽ ചളിയൊക്കെ കണ്ട് പോയിക്കോട്ടെ. ഗൈസ് ആ കഴുകി വെച്ച അരി നമുക്ക് ഇതിലേക്ക് ഇടാം കേട്ടോ. അപ്പോൾ നമുക്ക് നെല്ലുത്തരി ഇതിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഏകദേശം ഇങ്ങനെ ചൂടായി വരുന്നുണ്ട്. അപ്പോൾ ഇതാ നമുക്കിതിലേക്ക് കുറച്ച് നല്ല ജീരകവും തേങ്ങ അരയ്ക്കണം ഈ കഞ്ഞിയിലേക്ക്. അപ്പോൾ നമുക്കിത് അരച്ചെടുക്കാം. അപ്പോൾ നമുക്ക് ആദ്യം കുറച്ച് നല്ല ജീരകം മിക്സിൻ്റെ ജാറിലേക്ക് ഇടാം. അതിനുശേഷം നമുക്കിതാ തേങ്ങ ഇടട്ടോ. ഇത് നന്നായിട്ട് അരച്ചെടുക്കാം നമുക്ക്. നമ്മുടെ കഞ്ഞി ഓൾമോസ്റ്റ് തിളച്ച് അരിയൊക്കെ വെന്ത് വന്നു കേട്ടോ. അപ്പോൾ നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന ഈ തേങ്ങയും ജീരകം കൂടി ഇതിലേക്ക് ഇടട്ടോ. ഇനി നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇതിടയ്ക്ക് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇനി സംഭവം വെന്തണ്, ഇനി തേങ്ങ ഒന്ന് വെന്താൽ മതി. അപ്പോൾ നമ്മുടെ കഞ്ഞി ഏകദേശം റെഡി ആണ് കേട്ടോ. ഒരു ചെറിയ തീയിൽ വേവിച്ചാൽ മതി തേങ്ങ വെച്ചതിന് ശേഷം. അധികം വെട്ടി തിളയ്ക്കൊന്നും വേണ്ട, ഒരു ചെറിയ ചൂടിൽ വേവിക്കുക. അപ്പോൾ ഏകദേശം നമ്മുടെ കഞ്ഞി റെഡിയാണ്. ഈ കഞ്ഞി ഒരു പാത്രത്തിലേക്ക് എടുത്ത് നമുക്ക് കഴിക്കുക. അപ്പോൾ നമുക്കിത് ചെറിയൊരു ചട്ടിയിലേക്ക് മാറ്റാം കേട്ടോ. ഗൈസ് നമ്മളിതാ ഒരു പ്ലാവിൻ്റെ ഇലയിലായിട്ട് അത് കുടിക്കുന്നത്. അപ്പോൾ നമുക്ക് പ്ലാവിൻ്റെ ഇല കുമ്പിളാക്കാം. പണ്ട് കാലത്ത് ഇങ്ങനെയൊക്കെയാണ് കഞ്ഞി കുടിക്കുക. അപ്പോൾ ഒരു ഈർക്കറെടുത്തിട്ട് ഇങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ കൂടെ കുത്തട്ടോ. ഇങ്ങനെയാണ് കുമ്പിളുണ്ടാക്കുക പ്ലാവിൻ്റെ ഇല കൊണ്ട്. ഇതിലായിട്ട് നമ്മൾ കുടിക്കുന്നത്. അപ്പോൾ ഗൈസ് ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പിടണം കേട്ടോ. അപ്പോൾ നമ്മളിതാ ആവശ്യത്തിന് ഉപ്പിടുകയാണ്. അതുകൊണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കേ. അപ്പോൾ ഗൈസ് നമ്മുടെ കർക്കിടകഞ്ഞി റെഡി ആയിരുന്നു കേട്ടോ. അപ്പോൾ നമുക്കിത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. പണ്ട് കാലത്തെ കാരണന്മാരുടെയൊക്കെ ആരോഗ്യത്തിൻ്റെ രഹസ്യം ഈ കഞ്ഞി കേട്ടോ. ഈ പച്ച കളറുള്ള കഞ്ഞി. ഇപ്പം മാർക്കറ്റിൽ കുറേ ഇതിൻ്റെ പൊടികളൊക്കെ വാങ്ങാൻ കിട്ടും. പക്ഷേ നമ്മളിത് കറക്റ്റായിട്ട് പറമ്പിൽ നിന്ന് പറിച്ചിട്ട് ഉണ്ടാക്കിയതാണ്. അപ്പോൾ നമുക്ക് എന്തായാലും കുടിച്ചു നോക്കാം. അപ്പോൾ നല്ല സുഖമുണ്ട് കുടിക്കാൻ വേണ്ടിയിട്ട്, നല്ല ടേസ്റ്റും ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കൂടെ കടിക്കാൻ വേണ്ടിയിട്ട് നമ്മളിതാ ചുട്ട പപ്പടമായിട്ട് എടുത്തത്. പപ്പടം വെളിച്ചെണ്ണ കാച്ചിയതല്ല, അടുപ്പത്തിട്ട് ചുട്ട പപ്പടമാണ്. അപ്പോൾ നമുക്ക് ഒരു കഷ്ണം ഇതും കടിച്ചു നോക്കാം. അത് അടിപൊളിയാണ്. അപ്പോൾ ഈ കർക്കിടക മാസത്തിൽ നിങ്ങൾ ഇതേമാതിരത്തെ കഞ്ഞിയൊക്കെ ഉണ്ടാക്കി കുടിക്കുക. കാരണം ഇതേമാതിരത്തെ കഞ്ഞിയൊക്കെ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു 7 ദിവസമൊക്കെ കുടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിലുള്ള ഏകദേശം എല്ലാ അസുഖത്തിനും നല്ലതാണ്. ഷുഗർ, കൊളസ്ട്രോൾ, പ്രഷർ, പിന്നെ ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ, അങ്ങനെ ഒട്ടുമിക്ക എല്ലാ അസുഖങ്ങൾക്കും കുറച്ചൊക്കെ ഒരു പ്രതിവിധി കേട്ടോ ഈ കഞ്ഞി. അപ്പോൾ നിങ്ങൾ വീട്ടിലിത് ഉണ്ടാക്കി നോക്കണം. അപ്പോൾ നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായിട്ടും ആ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണം കേട്ടോ. അതോടൊപ്പം തന്നെ ആ ബെല്ലൈക്കനും കൂടി അമർത്തിയിട്ടുണ്ടെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ ഒക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതാണ്. ഇതേമാതിരത്തെ കുറേ വെറൈറ്റി കുക്കിംഗ് വീഡിയോസ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതുപോലത്തെ അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ. ചുട്ട പപ്പടാട്ടോ, സെറ്റ് സാധനമാണ്. ഈ ഓയിലൊക്കെ പറ്റാത്ത ആൾക്കാർക്ക് ഇങ്ങനെ പപ്പടം ചുട്ട് കഴിക്കുക. പണ്ട് കാലത്തൊക്കെ ചുട്ടിട്ട് തന്നെ കഴിക്കാറ്. ഇപ്പോഴല്ലേ വെളിച്ചെണ്ണയും ഓയിലൊക്കെ വന്നത്. ചുട്ട് പപ്പടം കഞ്ഞിയും നല്ല കോമ്പിനേഷനാണ്.